ചെറുപ്പക്കാരെ, ഇവരനുഭവിച്ച വെയിലാണ് നാം അനുഭവിക്കുന്ന തണലെന്നറിയാണ്. കട്ടപ്പെട്ട് വളർത്തിയ ഉപ്പ രാവിലെ നമ്മളിങ്ങനെ ശരീരത്തോടെ ഇറങ്ങിപ്പോകുമ്പോ വീടിന്റെ മുമ്പിൽ നിന്നിട്ട് ഉപ്പ ചുമക്കുന്നുണ്ട്. ആ ഉപ്പ ചുമക്കുമ്പോ നമ്മൾ പാന്റെ ഷർട്ടുമിട്ടിട്ട് ഇങ്ങനെ ശരീരവുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തിരിഞ്ഞെന്ന് ഉപ്പാന്റെ മുഖത്ത് നോക്കണേ. ആ ഉപ്പാന്റെ കണ്ണിന്റെ കോടിൽ ഒരു ചെറിയ കണ്ണുനീര് കാണാ. ഞാൻ കട്ടപ്പെട്ട് വളർത്തി വലുതാക്കി എന്റെ പൊന്നുമോൻ ഇത്ര വലുതായല്ലോ നോക്കിട്ട് ആ വാപ്പ ഇരുന്ന കസേരയിൽ നിന്നിട്ട് കരയുമ്പോ ഉപ്പാനെ മറക്കല്ല മക്കള്. ഉപ്പ എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഉപ്പ നമ്മുടെ ജീവിതത്തിന്റെ ഔദാര്യമാണ്. ഉപ്പമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എത്ര സുഖമില്ലാതെ കട്ടിലിൽ കിടക്കുന്ന ഉപ്പയാണെങ്കിലും വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോ മോനെ എന്ന് പറഞ്ഞിട്ടാ വിളിയൊന്ന് കേൾക്കാൻ അത് കൊതിക്കാത്ത ശരീരമേതാണുള്ളത്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന്റെ വാതിലിന് പൂട്ടില്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരും. ഉപ്പ വീട്ടിലില്ലെങ്കിൽ എത്ര വലിയ താഴിട്ട് പൂട്ടിയാലും വീടിന്റെ ഉള്ളിൽ കിടന്നാൽ ഉറക്കം വരില്ല. ഉപ്പ സുരക്ഷയാണ്. ഉപ്പ ഒരു സൗഹൃദമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ പകരം വെക്കാൻ കഴിയാത്ത രണ്ട് ഓർമ്മകളാണുള്ളത്. ഒന്ന് ഏതെന്നറിയോ? ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിന്ന് അവസാനം വീട്ടിലേക്ക് ഓടിക്കേറി പോകുമ്പോ പൊന്നുമക്കൾ ഉപ്പാന്റെ ശബ്ദം കേട്ട് ഓടി വന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് കവളത്തൊരു മുത്തം തന്ന് ആ മുത്തത്തിന്റെ ഇടയിൽ വലത്തേക്ക് ഈ ജുബ്ബാന്റെ പോക്കറ്റിലേക്ക് മെല്ലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് വാപ്പ സ്ഥിരമായി കൊണ്ടുവരുന്ന മിഠായിക്ക് വേണ്ടി കൈ ഇങ്ങനെ പരതി ഇറങ്ങുമ്പോ ഓടി ചെല്ലുന്ന സമയത്ത് ഉപ്പാന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു മക്കൾ തരുന്ന മുത്തത്തിന് പകരം തരാൻ ലോകത്തേതും മുത്തത്തിനാണ് കഴിയുക. രണ്ടാമത്തെ അനുഭവം ഏതെന്നറിയോ? ചെറുപ്പകാലത്ത് കുളിച്ചിട്ട് തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് കയറി വരുമ്പോ ഉമ്മ വിളിച്ചടുത്തേക്ക് നിർത്തിയിട്ട് പൊന്നുമോനെ തലയിൽ വെള്ളം ഇരുന്നാലും പനിമിടിക്കും മുത്തേന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ തലയിൽ കിടന്ന അടുക്കളയുടെ കരിയും ഗന്ധവുമുള്ള ആ തലമുണ്ട് തലയിൽ നിന്നെടുത്തിട്ട് നമ്മളെ ഇടത്തെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ തല തോത്തി തന്ന ഒരു അനുഭവമുണ്ട്. അത് ദുബൈയിലെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ 5 നക്ഷത്ര ഹോട്ടലിന്റെ ബാത്ത് ടബിൽ കുളിച്ചാലും അത്രയും ഒരു സുഖം അതിന് കിട്ടില്ല. ഉമ്മാന്റെ തലയിൽ കിടക്കുന്ന അടുക്കളയുടെ കരി പുരണ്ട തലമുണ്ടെടുത്തിട്ട് നമ്മുടെ തല തോത്തി തന്നൊരു കാലമുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ. ഉപ്പ ഒരു അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് എല്ലാ സൗഭാഗ്യവും തന്നിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യവും. പക്ഷെ എന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഒറ്റ ഭാഗ്യം എനിക്കുള്ളൂ. അതെന്റെ ഉപ്പയാണ്. എനിക്കൊരു ബാല്യകാലമാണ്. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ആളുകളെ ഗംഭീർ വാക്യ ഭയങ്കര അഹങ്കാരി. അയാൾ കാസർഗോഡ് വന്നു വിളിച്ചാൽ വരൂല. യാത്ര ചെയ്യാൻ വേണ്ടി അഹങ്കാരിയൊന്നുമല്ല. അത്ര വെയിറ്റുമില്ല. ഞാൻ ഹാഫിളായതിനു ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹാഫിളായതിനു ശേഷം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിൽ മേശ തുടച്ചിട്ടുണ്ട്. അന്ന് ഹോട്ടലിൽ 2 ജോലിയാണ്. ഒന്ന് മേശ ഉടയ്ക്കാൻ പറ്റുന്ന പ്ലേറ്റ് വീഴുക. ഞാൻ പ്ലേറ്റ് വീഴും. അടുക്കളയുടെ ഹോട്ടലിന്റെ പുറകിൽ വിറക് കെട്ട് കൂട്ടിയിട്ട് അതിന്റെ പുറകിൽ പോയിട്ട് ആളുകൾ തിന്ന പ്ലേറ്റ് കുത്തിയിരുന്ന് കഴുകിയിട്ടാണ്. അന്ന് ഞാൻ ഹാഫിളാണ്. എന്താ പ്ലേറ്റ് വീഴുന്നറിയോ? ആളുകൾ അന്ന് ഇറച്ചി കഴിച്ചിട്ട് അതിനകത്ത് 2 കഷ്ണമൊക്കെ പ്ലേറ്റ് ബാക്കി വെക്കും. ഇറച്ചി കഴിക്കാനുള്ള കൊതി കൊണ്ട് ഉച്ചിട്ടം വന്ന ഈ പ്ലേറ്റ് കഴുകിയിട്ട് അതിനകത്ത് കിടക്കുന്ന ഇറച്ചി കഷ്ണം ആരും അറിയാതെ ഞാൻ അവിടെ ഇരുന്ന് വാരി തിന്നിട്ടുണ്ട്. ഇറച്ചി കഷ്ണം 2 തിന്നാനുള്ള കൊതി കൊണ്ട്. അങ്ങനെ ജീവിച്ച എന്നെ അല്ലാഹു UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയുടെ അതിഥിയായി സബീൽ പാലസിന്റെ ഡിന്നറി വരെ അള്ളാഹ് എന്നെ എത്തിച്ചിട്ടുണ്ട്. എന്റെ റബ്ബിനോട് എനിക്കതിൽ നന്ദിയുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഒരേ ഒരു സൗഭാഗ്യം എന്റെ ഉപ്പയുടെ മുഖം എനിക്ക് കാണാൻ പറ്റിയില്ല. 24 വർഷം കൂലിപ്പണി എടുത്തിട്ടാണ് എന്റെ ഉമ്മ എന്നെ വളർത്തിയത്. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഉപ്പയോടും ഉമ്മയോടും അങ്ങനെ ചെയ്യാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ട് ഹൃദയം എങ്ങനെയായി മാറിപ്പോകുന്നു? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് ആരോഗ്യവും നൽകട്ടെ. അള്ളാഹുരെ നിലനിർത്തി